നമ്മുടെ ഫേസ് പോലെ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ ചുളിവൊന്നും ഇല്ലാതിരിക്കണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും. ചിലവരുടെ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫേസിനേക്കാളും മുമ്പ് തന്നെ പെട്ടെന്ന് ചുളിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഭയങ്കര റിങ്കിൾസൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർ ഒരുപാട് എന്നോട് ചോദിക്കാറുമുണ്ട്, മാം ഇതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുമുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കുക. എപ്പോഴും ഈർപ്പം നമ്മളുടെ സ്കിന്നിന് എപ്പോഴും ബേസിക്കായിട്ട് ആവശ്യമുള്ള കാര്യമാണ് ഈർപ്പം വേണമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യുന്നത്. അതായത് ബോഡിക്ക് നമുക്ക് എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബോഡി സ്ക്രബും അതുപോലെ തന്നെ നമുക്ക് ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ ബോഡി സിറവും കൂടി പറഞ്ഞുതരാം. സോ അത് നമുക്ക് നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസും കാര്യങ്ങളെല്ലാം തന്നെ നല്ലപോലെ കുറച്ചുകൊണ്ട് സ്കിൻ എപ്പോഴും ചെറുപ്പമായിട്ട് നമ്മൾ സ്കിന്നിനെ ചെറുപ്പമാക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ കൈകാലുകളെല്ലാം ചുളിവില്ലാതെ മാത്രമല്ല നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്സ് എന്ന് പറയാനില്ല, ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക, നമുക്ക് ഒത്തിരി സംഭവങ്ങളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിന്ന് പോലെ നമ്മൾ മുഖം പോലെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കൈകാലുകളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിൽ നമ്മൾ സ്കിൻ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കയ്യിലും കാലിലൊക്കെ നമുക്ക് ചെയ്യാൻ, കാലിൽ നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കൈക്ക് നമ്മളൊരു മാനിക്യൂർ വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുക, അല്ലാതെ നമുക്കും സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ കൂടുതൽ നമ്മളത് ചെയ്യാറില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരുപാട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, പണ്ടുള്ള ആൾക്കാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരെപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സ്കിന്നൊന്നും പെട്ടെന്ന് അങ്ങ് ചുളിവൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ ഫുഡാണെങ്കിലും ശരി, എല്ലാം തന്നെ ഒരുപാട് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ എന്താ പറയുക ചുളിവൊക്കെ വരും. കാരണം നമ്മളെടുക്കുന്ന ഫുഡിലൊക്കെ നമുക്കിപ്പോൾ അത്രമാത്രം പ്രോട്ടീനും ഇതൊക്കെ വരുന്ന ഫുഡാണോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഫുഡിൻ്റെ രീതികൾ വേറെയാണ്. നമ്മൾ എന്ത് കഴിക്കുന്നോ അതും കൂടിയാണ് കേട്ടോ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ നമ്മളെ ബോഡിക്ക് എന്ത് തേച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നമ്മൾ ഉള്ളിലെടുക്കുന്നതും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും എടുക്കുന്ന ആഹാരം എപ്പോഴും നല്ല രീതിയിൽ ചൂസ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അതും ഓരോ പ്രായത്തിനനുസരിച്ച്, ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അത് ആ ഒരു സമയത്തിനനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ്. നല്ലൊരു ന്യൂട്രീഷനെയൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡയറ്റ് ചാർട്ടൊക്കെ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഇതൊന്നും പറ്റൂല എന്നുള്ളതാണ് വേറെ കാര്യം. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മുമ്പത്തെ കാലത്ത് ആൾക്കാർ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ബോഡിയിൽ എണ്ണയൊക്കെ ഇട്ടിട്ടാണ് പോയി കുളിക്കാറ്. കാരണം അത് അത്രയും ഒരു മോയ്സ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്കിന്നിന് ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ സൂപ്പർബാണ് കോക്കനട്ട് ഓയിൽ. അതൊന്നും നമ്മളൊന്ന് വെറുതെ ഒന്ന് ലൈറ്റാക്കി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ബോഡിയിലെല്ലാം. ഭയങ്കര റിസൾട്ടായിരിക്കും. അതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇന്ന് ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് ബോഡി സ്ക്രബും ഉണ്ട്, അതുപോലെ തന്നെ ബോഡി സിറം അല്ലെങ്കിൽ ബോഡി മോയ്സ്ചർ എന്നൊക്കെ പറയാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ക്ലാസ് വേണം എന്നുള്ളവർ സ്കിൻ കെയർ, സ്കിൻ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടും നമ്മൾ സ്കിന്നിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ക്ലാസ് വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യുക. സ്കിൻ കെയർ എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, നമ്മളുടെ സ്കിൻ കെയർ എത്രത്തോളം ബെറ്ററായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രയും ബെറ്ററായിട്ട് നമുക്ക് എപ്പോഴും ഇരിക്കാൻ വേണ്ടി പറ്റും. സോ അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുള്ളവർ. അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ കെയറിൻ്റെ ക്ലാസ് ഉണ്ട്, മേക്കപ്പിൻ്റെ ക്ലാസ് ഉണ്ട്,
അപ്പോൾ ന്യൂഡ് മേക്കപ്പിൻ്റെയൊക്കെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ. ഫീസ് വരുന്നുണ്ട്. 3 ക്ലാസ് ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ 699 നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ക്ലാസ് നോക്കുന്നെങ്കിൽ 399 നമുക്ക് എടുക്കാം. ഏത് ക്ലാസ് വേണം ആ ക്ലാസ് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രബ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ സ്ക്രബിനായിട്ട് ഇവിടെ എടുക്കേണ്ടത് നമുക്ക് ഷുഗറാണ്. അതേ പഞ്ചസാര എടുക്കുക. പഞ്ചസാര എടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് അതായത് 1.5 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് നമ്മൾ എടുക്കേണ്ടത് ഒലിവ് ഓയിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പഞ്ചസാര ഒലിവ് ഓയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 1.5 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. 1.5 ടീസ്പൂൺ പഞ്ചസാര എടുക്കുക. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ 2 സ്പൂൺ, 1.5 ടീസ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കംപ്ലീറ്റ് ഡിസോൾവ് ആവണമെന്നില്ല. ഒരു ഹാഫ് കുറച്ച് സമയം ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കയ്യിലൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്യുന്നത് സൂപ്പറായിരിക്കും കേട്ടോ. നമ്മളെ കയ്യിലാണ് നമുക്ക് ഭയങ്കരമായിട്ട് റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ കയ്യിൽ കൊടുക്കുക. ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കയ്യിലും കാലിലൊക്കെ മസാജ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒലിവ് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിലിൻ്റെ കൂടെ നമ്മളുടെ ഗ്ലിസറിൻ എടുക്കാം. ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാം, നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്പൂൺ നമുക്ക് ഒലിവ് ഓയിൽ എടുക്കുക. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മാത്രമാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. മിക്ക ആൾക്കാർ നമ്മളോട് പറയും, മാം ഇവിടെ വീട്ടിൽ ഒലിവ് ഓയിൽ ഇല്ല, അല്ലെങ്കിൽ മറ്റേ ആൽമണ്ട് ഓയിൽ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റായികയൊന്നുമില്ല, നമുക്ക് ചെയ്യാം. നമ്മളുടെ വീട്ടിലെ എല്ലാ വീടുകളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത വീടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ മതി. പക്ഷേ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കുന്ന വെളിച്ചെണ്ണയൊന്നും അത്രയും ഓക്കെ ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയല്ല. വീടുകളിലൊക്കെ നമ്മൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടി യൂസ് ചെയ്യാറുണ്ട്. സോ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും നല്ല വെളിച്ചെണ്ണ വാങ്ങിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കോക്കനട്ട് ഓയിൽ പ്യുവറായിരിക്കണം, അത്രയേ ഉള്ളൂ. അതും നമുക്കിതിൽ മിക്സ് ചെയ്യാം. അതായത് ഓവർ ഡ്രൈ സ്കിന്നാണെങ്കിൽ കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷേ ഒലിവ് ഓയിൽ അതിൻ്റേതായ റിസൾട്ട് ഉണ്ട്. സോ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഒലിവ് ഓയിൽ നമ്മൾ 2 സ്പൂൺ എടുത്തു. 2 ടീസ്പൂൺ എടുക്കുക. 1.5 ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ ഷുഗറും നമ്മുടെ ഒലിവ് ഓയിലും വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ കയ്യിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 20 to 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഭയങ്കര ഒരു നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിൽ നമ്മളുടെ കയ്യിലൊക്കെ ഉള്ള ചുളിവുകളൊക്കെ മാറി ഒരു യങ് ലുക്കിലേക്ക് നമ്മൾ അതായത് യങ് ലുക്ക് എന്ന് വെച്ചാൽ അതായത് ഒരു കൈക്കൊക്കെ നല്ലൊരു ഗ്ലോയും ഒരു ചെറുപ്പം ഫീൽ ചെയ്യുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ ഇച്ചിരി ഏജ്ഡ് ആയവർ അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യിലെല്ലാം നല്ല ചുളിവൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് റിസൾട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിൽ ഇല്ലല്ലോ. ആകെ നമുക്ക് വരുന്നത് ഗ്ലിസറിൻ ഉണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്, പിന്നെ നമ്മളുടെ സ്ക്രബിന് വേണ്ടിയിട്ട് ഷുഗറും നമുക്ക് ഒലിവ് ഓയിലും, വേറെ ഒന്നും ഇവിടെ വേണ്ട. അപ്പോൾ ഷുഗർ നമുക്ക് ചിലവർ ചോദിക്കും ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാവോ? ഏത് ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് ഷുഗർ ആണെങ്കിൽ എടുക്കാം. ഇനി അതല്ല ബ്രൗൺ ഷുഗറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നമുക്ക് അതും എടുക്കാം. ഏത് ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സ്ക്രബിന് നല്ലതാണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷുഗറും ഈ നമ്മുടെ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മളുടെ ഒലിവ് ഓയിലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വയ്ക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുക. ഇത് നമുക്ക് ഡെയിലി ബേസിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സ്ക്രബ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട, അതൊരു വീക്ക്ലി ഒരു 2 to 3 ടൈംസ് അല്ലെങ്കിൽ ഒരു 2 ടൈംസ് ഒക്കെ നമ്മൾ ചെയ്താൽ മതി. കാരണം സ്ക്രബാണ്, നമ്മൾ ഒത്തിരി ഓവർ എക്സ്ഫോലിയേഷൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യുക. ബാക്കി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഓയിൽ നമ്മൾ പാക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഡെയിലി വൈസിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഒലിവ് ഓയിലും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്
സൂപ്പറായിരിക്കും കേട്ടോ, നല്ല റിസൾട്ടായിരിക്കും. എന്തായാലും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല, എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ റിസൾട്ട് അറിയിക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളുടെ ക്ലാസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മൾക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറേയും കൂടെ നല്ല രീതിയിൽ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം തന്നെ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.